ദ വേൾഡ് ഓഫ് ഇലക്ട്രോണിക്സിലേക്ക് സ്വാഗതം. ഇന്നൊരു കംപ്ലയിൻറ്റ് കിട്ടി. ഇതൊരു പാനസോണിക്കിൻ്റെ LCD ആണ്. LCD എന്ന് പറയുമ്പം ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ പാനലിൽ വരുന്നത്. LCD LED എന്നൊക്കെ പറയുന്നത് ഒന്നാണ്, ഡിസ്പ്ലേ എല്ലാം ഒന്നാണ്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. പിന്നെ പുതിയ മോഡലാണെങ്കിൽ 4K ഒക്കെ വരുന്നതെന്ന് പറയുമ്പം അതിൻ്റെ പിക്സൽ ഇതിപ്പം 720 പിക്സൽ വരും ഇതിൻ്റെ. പിന്നെ HD ആണ് ഇതൊക്കെ. പിന്നെ ഫുൾ HD വരുമ്പോൾ 19 വരും. പിന്നെ അതുപോലെ 4K വരും. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ വരും. ഇത് LCD എന്ന് പറയാൻ കാര്യം ഇതിൽ കൂടുതലായിട്ടും ബാക്ക് ലൈറ്റ് എന്നുള്ളത് ട്യൂബാണ് വരുന്നത്. പിന്നെ LED-ക്കകത്ത് LED വരും. ആ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ LCD LED തമ്മിലുള്ള വ്യത്യാസം. ഈ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പം കിട്ടിയ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ഒരു റെയർ കംപ്ലയിൻ്റാണ് കിട്ടിയത്. ഇതിപ്പം ജസ്റ്റ് ഒന്ന് ഓണായിട്ട് പച്ചയൊക്കെ കത്തി പടം വന്നിട്ടങ്ങ് പോകും, സ്റ്റാൻഡ് ബൈയിലോട്ട് പോകും. അങ്ങനെ ഒരു കംപ്ലയിൻറ്റാണ് കിട്ടിയത്. ഒന്ന് ഓണാക്കി നോക്കട്ടെ. ഇപ്പം പച്ച കത്തി ജസ്റ്റ് AV3 എന്ന് വന്നിട്ടുണ്ട്. സ്റ്റഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പം കംപ്ലയിൻറ്റ് എന്തോന്ന് വെച്ചാൽ അത് രീതിയിൽ കാണിച്ചു തരാം. ഇൻപുട്ട് കൊടുക്കുമ്പം AV ആയാലും HDMI ആയാലും ഇൻപുട്ട് കൊടുക്കുമ്പം ബാക്ക് ലൈറ്റ് അങ്ങ് ഓഫായി പോയിട്ട് സ്റ്റാൻഡ് ബൈയിലോട്ട് പോകും. അതാണ് സെറ്റിൻ്റെ കംപ്ലയിൻറ്റ്. ഒന്ന് കൊടുത്തു നോക്കട്ടെ ഇൻപുട്ട്. ഇതിൽ ജസ്റ്റ് ഒന്ന് AV ആയിട്ട് AV3 എന്നുള്ളത് കൊടുക്കാൻ പോവാണ്. കണ്ടോ, ജസ്റ്റ് ബാക്ക് ലൈറ്റ് അങ്ങ് പോയി. ബാക്ക് ലൈറ്റ് പോയിട്ട് ഇൻഡിക്കേഷനും ഓഫായി. സ്റ്റാൻഡ് ബൈ. ഇതാ ഇപ്പോഴത്തെ അവസ്ഥ. റെഡി ആവോ ഇല്ലെന്ന് അറിയത്തില്ല. LCD ആണ്, സ്പെയറൊക്കെ കിട്ടാൻ പാടാണ്. ഏത് സെക്ഷനാണെന്നുള്ളത് നോക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി സെറ്റുകളാണ്. ഇതെന്ന് പറയുമ്പം ജപ്പാൻ പ്രൊഡക്റ്റ് ആണെങ്കിലും ഈ സെറ്റ് ഡിസൈൻ ചെയ്തേക്കുന്നത് മലേഷ്യയിലാണ്. അതിൻ്റേതായ ക്വാളിറ്റി മദർ ബോർഡിലും പവർ സപ്ലൈയിലും ഡിസൈനിങ്ങിലും ക്ലാരിറ്റിയിലായാലും ഉണ്ട്. പിന്നെ LCD ആയതുകൊണ്ട് ഒരു ഇച്ചിരി ബ്രൈറ്റ്നെസ് കുറവുള്ള ഒരു വിഷയം മാത്രമേ ഇതേ ഉള്ളൂ. പക്ഷേ പിക്ചറൊക്കെ നല്ല പിക്ചറായിരിക്കും. USB ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏത് ഫോർമാറ്റും സപ്പോർട്ട് ചെയ്യും. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. കംപ്ലയിൻറ്റും കുറവാണ്. ഇതിപ്പോൾ 15 വർഷത്തിനടുത്തായി, 10 വർഷം കഴിഞ്ഞ് സെറ്റ് എടുത്തിട്ട് കസ്റ്റമർ. ഇപ്പോഴാണ് ആദ്യത്തെ കംപ്ലയിൻറ്റ് വരുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന LED TVകളെന്ന് പറയുമ്പം ഡിസ്പ്ലേ ഇത്ര നിൽക്കത്തില്ല. ഒരു 3 വർഷത്തിൽ കൂടുതൽ പോകത്തില്ല. ഡബിളിങ്ങോ ലൈൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. പക്ഷേ LCDക്ക് കംപ്ലയിൻറ്റ് കുറവാണ്. ഡിസ്പ്ലേയിൽ ഡബിളിങ് വന്നാലും അത് റെഡിയാക്കി കഴിഞ്ഞാൽ കിടക്കും. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ വരുന്ന ഡിസ്പ്ലേ എന്ന് പറയുമ്പം പാനസോണിക്കിൻ്റെ തന്നെ ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരുന്നത് കൂടുതലും. അത് നോക്കാം, നമുക്കൊന്നുകൂടി നോക്കാം. ഒന്ന് അയക്കാൻ വേണ്ടി എടുത്ത് വെച്ചാൽ അതിനുമ്പോൾ ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് കാണിക്കാം. ഇതൊക്കെ ഇൻപുട്ട് സെക്ഷനാണ്. SD കാർഡൊക്കെ ഇതിൽ പറ്റുന്നുണ്ട്, ഇടാൻ പറ്റുന്നുണ്ട്. അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പാനസോണിക്കിൻ്റെ ഈ THL32C3M എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇത് വരുന്നത്. എന്ന് വെച്ചാൽ മലേഷ്യയിൽ ആദ്യം പറഞ്ഞ പോലെ ഡിസൈൻ ചെയ്തൊരു പ്രൊഡക്റ്റാണിത്. പിന്നെ അതുപോലെ US പേറ്റൻ്റ് ഇതിനുണ്ട്. കാരണം ആ ഒരു സർട്ടിഫിക്കേഷനൊക്കെ ഉള്ള ഒരു സെറ്റാണിത്. പാനസോണിക്കിനകത്ത് എല്ലാത്തിലും കാണും. കാരണം പുറത്തുനിന്ന് വരുന്ന ഇമ്പോർട്ടഡ് സാധനങ്ങളല്ലേ ഇതൊക്കെ. സെറ്റ് അഴിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മദർ ബോർഡ്. നല്ല ഒരു ക്വാളിറ്റിയൊക്കെ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഉള്ള സെറ്റുകളിൽ LED-ക്കകത്ത് വരുന്നതെന്ന് പറയുമ്പം പവർ സപ്ലൈ മദർ ബോർഡ് പോലും ഇത്രയും കാണത്തില്ല. രണ്ടും കൂടെ അറ്റാച്ച്ഡ് ചെയ്തതിന് കോമ്പി ആയിട്ടാണ് വരുന്നത്. സ്പീക്കറും തന്നെ നല്ല വാട്സൊക്കെ ഉള്ള സ്പീക്കറാണ് അവർ ആഡ് ചെയ്തേക്കുന്നത്. ഈ മോഡൽ സ്പീക്കർ ആകുമ്പോൾ നല്ല ട്രെബിൾ സൗണ്ട് കാണും. നല്ല അത്യാവശ്യം ബേസും വരും, നല്ല ട്രെബിളും ആയിരിക്കും. ഈ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇൻവേർട്ടർ സെക്ഷനാണ് വരുന്നത്. ഈ ഭാഗം പവർ സെക്ഷൻ വരും. കണ്ടോ, ഈ മദർ ബോർഡ് തന്നെ ഇപ്പോഴത്തെ TV-ക്കകത്ത് കാണത്തില്ല.
എക്സാം ഒരു സോണിക്കകത്തൊക്കെ ഇതിൻ്റെ പകുതിയുള്ളത് ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. സോണിയിലൊക്കെ ഉണ്ട് ഈ മോഡലും അത് മദർ ബോർഡ്. പാനസോണിക് സോണിയൊക്കെ ജപ്പാനീസ് പ്രോഡക്റ്റ് അതിനകത്തൊക്കെ നല്ല ക്വാളിറ്റി ആയിരിക്കും. സോണിയിലും പാനസോണിക്കിലും ഇങ്ങനെയുള്ള മോഡലുകളിലൊക്കെ ഇങ്ങനെയുള്ള LCDSയിൽ ഇങ്ങനെയുള്ള പവർ സപ്ലൈ മദർ ബോർഡൊക്കെ കൂടുതലും വരാറുള്ളൂ. കാരണം ഈ ഒരു ക്വാളിറ്റി ഇപ്പോഴും ഉണ്ട്. ഇതിൻ്റെ ആഡിയോ സെക്ഷനാണ്. LV4923 എന്ന് പറഞ്ഞൊരു ADIC ആണ് ഇവരുടെ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതൊക്കെ ഡിസ്പ്ലേ സെക്ഷൻ ആയിട്ട് വരും. ഇത് LVDS കേബിള്, അതിനകത്ത് ഡിസ്പ്ലേ. ഇനി പവർ സപ്ലൈ ഒന്ന് അഴിച്ചെന്തോന്ന് കംപ്ലൈൻറ്റ് ഒന്ന് നോക്കട്ടെ അതിൻ്റെ ആണോ എന്നുള്ളത്. ബ്രൂസെല്ലാം അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെറ്റ് ഒന്ന് അഴിക്കണം. സെറ്റ് ഒരു പത്രത്തിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിലോ അങ്ങനെ ഇങ്ങനെ വെക്കാവൂ. കാരണം ചിലരെന്ന് പറഞ്ഞാൽ ബോർഡ് അഴിച്ചിട്ട് മെറ്റൽ പാർട്സിൽ തന്നെ എടുത്തങ്ങ് ബോർഡ് വെക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം കംപ്ലൈൻറ്റ് സെറ്റുകളിൽ ഇതിൽ ഫിൽറ്ററിനകത്ത് ചാർജ് കാണും. ഒന്നുകിൽ പവർ സപ്ലൈ ഏതെങ്കിലും കമ്പോണൻറ്റ് കംപ്ലൈൻ്റ് ആവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്ഷൻ കംപ്ലൈൻ്റ് ആവും. കാരണം സ്റ്റാറ്റിക് ചാർജ് എന്ന് പറഞ്ഞ ഒരു ഇത് ഉണ്ട്. അത് നമ്മൾ ഇതുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഷോർട്ടായി കഴിഞ്ഞാൽ ബോർഡ് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഇല്ലാത്ത കംപ്ലൈൻ്റൊക്കെ ആയി പോവും. ഇതിൻ്റെ പവർ സപ്ലൈയുടെ കാര്യങ്ങളാണ് കാണിച്ചത്. കംപ്ലൈൻ്റ് ഒന്ന് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. എന്നിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം. കാരണം സ്പെയർ കിട്ടാൻ പാടാ അതിൻ്റെയൊക്കെ. നമുക്ക് ഈ സെറ്റിൻ്റെ കംപ്ലൈൻറ്റ് കൺഫേം ആയിട്ടുണ്ട്. ഇതിൽ ഇൻവേർട്ടർ സെക്ഷൻ കംപ്ലൈൻ്റ് ആണ്. ഇത് ഇൻവേർട്ടർ AC ആണ്. BD9247 എന്ന് പറഞ്ഞൊരു IC ആണ് ഇത് വരുന്നത്. ഇതിനകത്ത് 11ാമത്തെ പിന്നിൽ 10K റെസിസ്റ്റർ ഇട്ട് ഗ്രൗണ്ട് കൊടുക്കാം. അപ്പം 10K റെസിസ്റ്റർ ഇട്ട് ഗ്രൗണ്ട് കൊടുക്കുമ്പം പ്രൊട്ടക്ഷൻ മാറും. ഒന്ന് കൊടുത്തു നോക്കാം. പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുണ്ട്. 11ാമത്തെ പിന്നെ 10K ഇട്ട് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനിയൊന്ന് നോക്കണം സെറ്റ് ശരിയായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുണ്ട്. 11ാമത്തെ പിന്നിൽ 10K ഇട്ട് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ അടയ്ക്കുന്ന വഴിക്ക് ഇനി എന്തെങ്കിലും തട്ടിയ മുട്ടിയൊക്കെ ചെയ്തിട്ട് ഇനി ഷോർട്ട് എങ്ങാണ് ഏതെങ്കിലും പിന്നെ തമ്മിൽ ഷോർട്ടാകുമോ എന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കതൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി പേപ്പർ ടേപ്പ് ഇട്ടിട്ടൊന്ന് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ടൈറ്റായാലും ബാക്കി കമ്പോണൻറ്റിലൊന്നും തട്ടത്തില്ല. അപ്പോൾ നമ്മുടെ കംപ്ലൈൻറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓണാക്കി നോക്കാം. പവർ ലൈറ്റ് ഇൻഡിക്കേഷൻസ് നെറ്റ് ചെയ്തിട്ട് സ്റ്റഡി ആകുമ്പം പിക്ചർ AV3 സ്റ്റഡി ആയിട്ട് നിൽപ്പുണ്ട്. ഇനി ഒന്ന് AV കൊടുത്ത് നോക്കാം. വാ, കംപ്ലൈൻറ്റ് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി സെറ്റ് ചെയ്തിട്ടൊന്ന് കാണിക്കാം. കംപ്ലൈൻറ്റ് കൺഫേം ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇൻവേർട്ടർ സെക്ഷൻ ആയിരുന്നു കംപ്ലൈൻറ്റ്. ടെക്നീഷ്യൻസ്മാർ ഈ ഒരു പ്രൊട്ടക്ഷൻ കംപ്ലൈൻറ്റ് വരുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. സ്നേഹപൂർവ്വം സുധീൻചൽ.